മുകിലിൻ മകളേ പൊഴിയും കനവേ നിന്നെ കാണാൻ നെഞ്ചിൽ ഇതില് നെഞ്ചിൽ ചേർക്കാൻ ആ മേലെ പോകുന്നൊരു പോർഷൻ ആദ്യം ഞാൻ എപ്പോഴും ഈ ഒരു ത്രോട്ട് സ്ട്രെയിൻ ആവുന്ന രീതിയിലാണ് പാടിക്കൊണ്ടിരുന്നത്. ശരത് സാറിന്റെ കയ്യിൽ നിന്നൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അത്രയും നമുക്കൊന്നും എനിക്കൊന്നും അന്ന് വിശ്വസിക്കാനേ പറ്റിയിരുന്നില്ല. വിനീത് ഉണ്ടല്ലോ ഡാൻസർ വിനീതും പിന്നെ ലക്ഷ്മി ഗോപാലസ്വാമി അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ശ്രീരാഗമൊക്കെ എപ്പോ കേട്ടാലും പിന്നിൽ വെച്ച് ഞാൻ പാടണോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. പാടണോ? അയ്യോ വേണ്ട, ഒരുമിച്ച് പാടണോ? ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. ഈ റൊമാൻറ്റിക് സോങ് ഒക്കെ ഇങ്ങനെ കേട്ട് വരുമ്പം ആളിരിക്കുകയാണ് ഒരു പേപ്പറൊക്കെ എടുത്തിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ആണ് എന്നോട് ചോദിക്കുക. അന്നാണ് ഫസ്റ്റ് ഇന്റർവ്യൂ. അപ്പൊ ഇത് ലവ് മാരേജ് എല്ലാം നമുക്ക് ഉറപ്പിക്കാം. അപ്പൊ ഈ ഫ്ലവേഴ്സ് റിയാലിറ്റി ഷോ അതിലോട്ട് എങ്ങനെ എത്തി? ഇങ്ങനെ ശ്രുതിന്റെ നമ്മുടെ ചെറുപ്പം തൊട്ടുള്ള മ്യൂസിക്കൽ ലൈഫ് ഇങ്ങനെ കേട്ട് കേട്ട് ഇപ്പൊ നമ്മള് M.Tech എത്തി. ഒരു പാട്ട് പോലെ അല്ലേ? അതെ മോളെ M.Tech റിയാലിറ്റി ഷോസ് ഒക്കെ ഒന്ന് വെച്ച് പഠിപ്പിലേക്ക് ഫുള്ളി എൻഗ്രോസ്ഡ് ആയിരിക്കുമ്പം ശ്രുതിനെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല മ്യൂസിക്കിനെ വിട്ടിട്ടുണ്ടാവും. ഇല്ല, വിട്ടിട്ടില്ല. അവിടെ മോൾക്ക് എന്തെങ്കിലും മെമ്മറബിൾ ഒരു ചെറിയ പാർട്ട് ഓഫ് യുവർ ലൈഫ്? ഷുവർ ആയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ M.Techന്റെ കാര്യം ഞാൻ പറഞ്ഞു, കൂടുതൽ പഠിത്തത്തിലേക്കാണ് എന്നുള്ളത് പറഞ്ഞു. പക്ഷെ എന്നാലും ഈ M.Techന് തൊട്ട് മുന്നെയാണ് നമ്മുടെ ഇന്ത്യൻ വോയിസ് കഴിഞ്ഞത്. അപ്പോൾ ശരത് സാറിനെ പരിചയപ്പെട്ടു, സുജാ ചേച്ചി, ശ്രീനിവാസ് സാറ്. പിന്നെ ആ സമയത്ത് ശരത് സാർ ചെന്നൈയിലാണല്ലോ, ഞാനും പഠിക്കുന്നത് ചെന്നൈയിലാണ്. അപ്പോൾ സാറിൻ്റെ അടുത്ത് ഈ ഇന്ത്യൻ വോയിസിലുള്ള പരിചയം വെച്ചിട്ട് ഇടയ്ക്ക് മെസ്സേജ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ സാർ ഒരു പ്രാവശ്യം, ശരി നീ ചെന്നൈയിലല്ലേ, ഒരു സ്റ്റുഡിയോയിൽ വാ, ചിത്ര ചേച്ചിയുടെ സ്റ്റുഡിയോയിൽ ഇരിക്കാറുണ്ട് സാർ അവിടെ നിന്ന് വർക്കൊക്കെ ചെയ്യുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ ഇന്ന ദിവസം ഞാൻ സ്റ്റുഡിയോയിലുണ്ട്, ഒരു പ്രാവശ്യം വാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ പോയി. അങ്ങനെ സാറുമായിട്ട് അവിടെ നിന്നും കുറച്ചും കൂടെ കണക്ഷൻ വന്നു, കൂടുതൽ സംസാരിക്കാനും ഇതേപോലെ ഫ്രീ സമയത്ത് സ്റ്റുഡിയോയിൽ പോവും, അങ്ങനെയൊക്കെ കുറച്ചും കൂടെ ഒന്ന് അടുപ്പം വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാർ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തരുന്നത്. ശരത് സാറിന്റെ കയ്യിൽ നിന്നൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അത്രയും നമുക്കൊന്നും എനിക്കൊന്നും അന്ന് വിശ്വസിക്കാനേ പറ്റിയിരുന്നില്ല. അതായത് നമ്മുടെ കേരള നാഷണൽ ഗെയിംസ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 2015. ഐ തിങ്ക് 1987 ശേഷം 2015 തോന്നുന്നു കേരള ഹോസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇൻട്രോ സോങ് നമ്മൾ ശോഭന മാം ഒക്കെ ഡാൻസ് ചെയ്തിട്ടുണ്ട്. കുറേ നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ പല വിവിധതരം കലാരംഗങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സോങ് ആണെന്ന് തോന്നുന്നു. അതിലൊരു ചെറിയൊരു പോർഷൻ എന്നെ കൊണ്ട് സാറ് പാടിച്ചിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ ആ TV-യിലെ ഇതിൽ കാണുമ്പോഴേ, അപ്പൊ നമ്മുടെ വോയിസ് അതിന്റെ ബാക്കിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ അത് M.Techൽ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന വലിയൊരു ഓർമ്മയാണ്. അതേപോലെ തന്നെ സാർ എനിക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെ തന്നിട്ടുണ്ട്. നമ്മുടെ വിനീത് ഉണ്ടല്ലോ ഡാൻസർ വിനീതും പിന്നെ ലക്ഷ്മി ഗോപാലസ്വാമി അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് നമ്മുടെ ജ്ഞാനപ്പാന, ശരത് സാറിന്റെ ഒരു ഫേമസ് ഇതാണ് ജ്ഞാനപ്പാന റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ചിത്ര ചേച്ചിയും ഒക്കെ പാടിയത്. അപ്പോൾ ഇതിന്റെ ജ്ഞാനപ്പാനയുടെ ഒരു ദൃശ്യാവിഷ്കാരം ഈ വിനീത് സാറും ലക്ഷ്മി ഗോപാലും കൂടെ ചെയ്തിട്ടുണ്ട്. പല രാജ്യങ്ങളിലായിട്ട് അവരത് ആ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് ഈ എന്താണ് പൂന്താനത്തിന്റെ മകൻ കുട്ടി മരിക്കുമല്ലോ, അതിനുശേഷമാണ് പൂന്താനം ഈ ഇത് എഴുതുന്നത്, അങ്ങനെ എന്തോ അല്ലേ. അപ്പോൾ ആ ഒരു കുട്ടി മരിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ചെറിയൊരു പോർഷൻ ഇവരുടെ ഈ ദൃശ്യാവിഷ്കാരത്തിന്റെ സോങ്ങില് ചെറിയൊരു പോർഷൻ ഞാൻ പാടിയിട്ടുണ്ട്. സാർ ആ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ സാർ എനിക്ക് തന്നിട്ടുണ്ട്. എല്ലാം ചെറിയ ചെറിയ പോർഷൻസ് ആണ്, പക്ഷെ എന്നാലും എനിക്കത് വലിയൊരു പ്രൗഡായിട്ടുള്ള വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഒബ്വിയസ്ലി അറ്റ് ദ എൻഡ് സിനിമയിൽ പാടണം, ഫിലിമിൽ പ്ലേബാക്ക് സിംഗർ ആവണം എന്നുള്ളതാണ് ആഗ്രഹം. പക്ഷെ എന്നാലും ഇതൊക്കെ അതിന്റെ ഒരു സ്റ്റെപ്പായിട്ടാണ് കാണുന്നത്. ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റുന്നതും അവരുടെ കീഴിൽ ചെറുതാണെങ്കിൽ പോലും ഒന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നതും. ഇതും റിയാലിറ്റി ഷോ തരുന്ന ഒരു എക്സ്പോഷർ ആണ് ജനറലി. തീർച്ചയായും അവരെ ഞാൻ വീട്ടിലിരുന്നിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ശരത് സാറിനെ മീറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ചിത്ര ചേച്ചിയെ മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ
ശരത് സാറൊക്കെ അത്രയും വലിയൊരു മ്യൂസിക് കമ്പോസർ ആണ്. നമ്മള് ശ്രീരാഗമോ ഒക്കെ എപ്പോ കേട്ടാലും പിന്നെ ഭാവയാമി ആ പാട്ടൊന്നും തൊടാൻ പോലും പറ്റില്ല, അങ്ങനെ ചെയ്ത് വെച്ചിരിക്കും. ശ്രീരാഗമോ ഇത്തിരി വേണം. ആണോ? എനിക്ക് ഇഷ്ടപ്പെട്ട സോങ്. ഓക്കെ, ഞാൻ ഒന്ന് ലിറിക്സ് നോക്കിക്കോട്ടെ. ഓരോ പാട്ട് കേൾക്കുമ്പോഴും ആ പാട്ട് കേൾക്കണം എന്ന് തോന്നും. ഇടയിൽ വെച്ച് ഞാൻ പാടണോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. പാടണോ? അയ്യോ വേണ്ട, ഒരുമിച്ച് പാടണോ? ചുമ്മാ തമാശ പറഞ്ഞത്. എന്റെ ഈ വോയിസ് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഇത് എത്രത്തോളം നന്നാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അത് സാറ് കേൾക്കുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കട്ടെ. പ്ലാവില പൊൻതളികയിൽ പാൽ പായസ ചോറുണ്ണുവാൻ പിന്നെയും പൂമ്പൈതലായി കൊതി തുള്ളി നിൽക്കുവതെന്തിനോ ചെങ്കദളിക്കോമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോടു കൊഞ്ചി ഒരു നാട്ടുമാങ്കനി വീഴ്ത്തുവാൻ ഇനിയുമീ തൊടികളിൽ കളിയാടാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ ഭൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലർകന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. അവസാനം ഒന്ന് അടച്ചു സൗണ്ട്. കുഴപ്പമില്ല. ഈ റൊമാൻറ്റിക് സോങ് ഒക്കെ ഇങ്ങനെ കേട്ട് വരുമ്പം ഞങ്ങൾക്ക് ചെറുതായിട്ട് അറിയണം ഈ എംടെക് കഴിഞ്ഞിട്ടുള്ള ശ്രുതിന്റെ അടുത്ത സ്റ്റേജ് ഓഫ് ലൈഫിലേക്ക്. ആ റൊമാൻറ്റിക് സ്റ്റേജിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ എംടെക് കഴിഞ്ഞപ്പോൾ ഞാൻ 2 വർഷം വർക്ക് ചെയ്തു. ഈ ഒരു സാറിൻ്റെ അടുത്തുള്ള പരിചയവും അതൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ആയി പോകുന്നുണ്ട്. പിന്നെ ഞാൻ ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കമ്മിങ് ബാക്ക് എനിക്ക് ജോലി കിട്ടി. അവിടെ നാട്ടിലൊരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കമ്പ്യൂട്ടർ സയൻസിൽ ജോലി കിട്ടി. അപ്പൊ ആ ആഗ്രഹവും കുറച്ചൊക്കെ ഫുൾഫിൽ ചെയ്തു. എനിക്ക് ടീച്ചിങ് നല്ല ഇഷ്ടമായിരുന്നു. ആദ്യം മുതലേ ടീച്ചർ ആവണം എന്നുള്ളത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വന്നപ്പോൾ തന്നെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അപ്ലൈ ചെയ്തു, കിട്ടി. പിന്നെ ടീച്ചർ സ്റ്റുഡൻറ് ആ ഒരു ഇതിലായി. അപ്പോഴും കുട്ടികളുടെ സൈഡിൽ നിന്നായി. പിന്നെ വന്നു കഴിഞ്ഞാൽ ക്ലാസ് എടുത്തു കഴിഞ്ഞ് ഒരു അവസാനത്തെ ഒരു 10 മിനിറ്റ് ടീച്ചർ പാടിയിട്ട് പോയാൽ മതി പറയും. അങ്ങനെ കുട്ടികൾക്ക് പാടിക്കൊടുക്കാൻ തുടങ്ങി. ക്ലാസ് എടുക്കും, പിന്നെ കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ്, ആ ലൈഫ് അങ്ങനെ അങ്ങ് പോയി. പിന്നെ 2 വർഷം അതിലായിരുന്നു. പിന്നെ 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ കോളേജ് മാറി, വേറൊരു കോളേജിലും കൂടെ വർക്ക് ചെയ്തു. അവിടെ നിന്നും ഇതേപോലെ തന്നെ കുട്ടികളുടെ കൂടെ അടിച്ചു പൊളിച്ചു എന്ന് പറയാം. നമ്മുടെ കോളേജ് ലൈഫ് തിരിച്ചു കിട്ടിയ പോലെ ആയിരുന്നു. കുട്ടികളുടെ കൂടെ പഠിത്തമാണെങ്കിലും ഈ പാട്ടാണെങ്കിലും എല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു 2-2.5 വർഷം. അതിനുശേഷമാണ് പിന്നെ അച്ഛനും അമ്മയൊക്കെ ചെറുതായിട്ട് പറയാൻ തുടങ്ങി, ഓക്കെ കല്യാണപ്രായമായി തുടങ്ങി, അപ്പോൾ നമുക്കിതൊന്ന് എങ്ങനെയെങ്കിലും മാട്രിമോണിയിലൊക്കെ കൊടുക്കാൻ തുടങ്ങാം. ഞാൻ പിന്നെ അവർക്കത് വിട്ടുകൊടുത്തു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് വിജയ് എന്നാണ്. അപ്പോൾ വിജയിൻ്റെ ആലോചന വന്നത് മാട്രിമോണി വഴി തന്നെയാണ്. അപ്പം ആരും വിശ്വസിക്കില്ല ഇത് ലവ് മാരേജ് അല്ല എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ വരുമായിരുന്നു എന്ന് എനിക്കറിയാം. അപ്പോൾ ചോദിക്കണോ ചേച്ചിക്കൊന്ന്? എങ്ങനെ ചെന്നൈയിൽ കിട്ടി ഇപ്പോഴും ഞങ്ങളുടെ സംശയമുണ്ട്. അപ്പോൾ വിജയ് എന്ന് പറയുന്ന ആള് വന്നത് 2017 എൻ്റെ ലൈഫിലേക്ക് വന്നത്. അപ്പോൾ ഈ ആള് മാട്രിമോണി വഴി തന്നെയാണ് കണ്ടുമുട്ടിയത്. അച്ഛനാണ് ആദ്യം ഈ ഒരു ആലോചന കാണുന്നതും. അച്ഛൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ തമിഴാണ്, ഓക്കെ ആണോ? ഞാൻ പറഞ്ഞു തമിഴ് എനിക്കറിയാം. 6 വർഷം ചെന്നൈയിലായിരുന്നല്ലോ, 4 വർഷം ബിടെക് 2 വർഷം എംടെക് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തമിഴ് നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് പഠിച്ചു. അപ്പോൾ തമിഴ് അറിയാവുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ വേണമെങ്കിൽ ഇപ്പോൾ നോക്കാം എന്ന് പറഞ്ഞു. പിന്നെ അവർ പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി മാട്രിമോണിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പാട്ടാണ് പഠിച്ചിട്ടുണ്ടെങ്കിലും പാട്ടാണ് മെയിൻ, പാട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹമുണ്ട്.
അതെപ്പോഴും വേണം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിരുന്നു. അപ്പം അതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് ഒരാൾ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് തന്നെ അമ്മയാണ്, ഹസ്ബൻഡിൻ്റെ അമ്മയാണ് അച്ഛനെ വിളിച്ച് സംസാരിച്ചത്. അപ്പം അച്ഛന് തമിഴ് അത്ര വശമില്ല. ഞാൻ ചോദിക്കാൻ വേണ്ടി വന്ന അച്ഛനും അമ്മയ്ക്കും തമിഴ് അറിയില്ല, രണ്ടുപേർക്കും അറിയില്ല. അപ്പോൾ അമ്മ സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ഡയറക്റ്റ് ശ്രുതിയുടെ അടുത്ത് തന്നെ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മ എന്നെ വിളിച്ചു സംസാരിച്ചു. ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മയും നന്നായിട്ട് പാടും, ഹസ്ബൻഡിൻ്റെ അമ്മ നന്നായിട്ട് പാടും. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമായിരുന്നു. പിന്നെ വിജയായിട്ട് സംസാരിച്ചു. വിജയ് ആക്ച്വലി ഒരു എന്താ പറയുക, ആള് പോസ്റ്റ് ഡോക്ടറേറ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുക, റോബോട്ടിക്സിൽ പോസ്റ്റ് ഡോക്ടറേറ്റ് ചെയ്ത ആളാണ്. PhD കഴിഞ്ഞിട്ട് സ്വീഡനിലായിരുന്നു. ആ സമയത്ത് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യം എന്താ വെച്ചാൽ കുറച്ചൊരു ബുജിയായിരിക്കാം. ആ ലെവലും എൻ്റെ ഈ ലെവലും തമ്മിൽ മാച്ച് ആവുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ടോട്ടലി ഞാനിങ്ങനെ എല്ലാവരും അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ പാടി എല്ലാവരും ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു പൊളിച്ച് നടക്കുന്നു. പഠിക്കുമായിരുന്നു, പഠിത്തത്തിലും ഒട്ടും ബാക്കൗട്ടല്ല, എന്നാലും ആ ലെവലല്ല, ഒരു ബുജി ലെവലല്ല. അപ്പം അത് മാത്രം ഒരു ഇതുണ്ടായിരുന്നു. അതിന് എൻ്റെ ആ ഒരു ഡൗട്ടിനെ പോലെ തന്നെ ആള് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന സ്കൈപ്പ് കോൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആള് മുന്നിലിരിക്കുക. ഞാനാണ്, എനിക്ക് ഭയങ്കര പേടി. അപ്പൊ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ നമുക്കൊന്ന് മടപ്പുര പോയിട്ട് വന്നാലോ എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ വീട്ടിൽ തൊട്ടപ്പുറത്താണ് മുത്തപ്പനാണ് നമ്മുടെ എല്ലാം. അപ്പോൾ അച്ഛൻ നമുക്കൊന്ന് മടപ്പുര പോയിട്ട് വന്നാലോ എന്നൊക്കെ പറഞ്ഞ് മടപ്പുര പോയി വന്ന് കുറേ ഗോപിക്കുരികളൊക്കെ ഉണ്ടായിരുന്നു നെറ്റിയിൽ. അപ്പോൾ എൻ്റെ വീട്ടിൽ അന്ന് എന്തോ പ്രശ്നമായിട്ട് എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് അനഖ എന്ന് പറഞ്ഞിട്ട് അവളുടെ വീട്ടിൽ നിന്നായിരുന്നു ഞങ്ങൾ മീറ്റ് ചെയ്തത്, ഇന്റർനെറ്റ് വഴി. അപ്പോൾ ആളിരിക്കുകയാണ് ഒരു പേപ്പറൊക്കെ എടുത്തിട്ട്, കുറെ ക്വസ്റ്റ്യൻസ് ആണ് എന്നോട് ചോദിക്കുക. അന്നാണ് ഫസ്റ്റ് ഇന്റർവ്യൂ. അപ്പൊ ഇത് ലവ് മാരേജ് എല്ലാം നമുക്ക് ഉറപ്പിക്കാം. ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പോൾ ആള് ഓക്കെ ശ്രുതി, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, എനിക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. തമിഴ് ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞു തമിഴ് ഓക്കെയാണ്, സംസാരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആളുടെ കുറെ കൺസേൺസ്, അപ്പൊ ആരുടെയെങ്കിലും നിർബന്ധത്തിനാണോ ഓക്കെ പറയുന്നത്, കല്യാണം ഓക്കെ കംപ്ലീറ്റ്ലി ഓക്കെ ആണ്, അങ്ങനത്തെ ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്, നാച്ചുറൽ ക്വസ്റ്റ്യൻ. പക്ഷെ ആളുടെ വേ ഓഫ് ഇത് വന്നിട്ട് ഇങ്ങനെയാണ്, ലൈക്ക് ഒരു അങ്ങനെ ഓക്കെ ഫൈനലൈസ് ആയി. പെട്ടെന്നായിരുന്നു ആക്ച്വലി. ഡിസംബർ 3 എന്നെ അവര് ഈ ഒരു ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് എന്നെ പെണ്ണ് കാണാൻ വരുന്നത്. അപ്പോൾ ഡിസംബർ 3 കണ്ടു, ഫസ്റ്റ് മീറ്റ് ആയി. ഫെബ്രുവരി 3 കല്യാണമായിരുന്നു. ഓൺലി 2 months, ഹാർഡ്ലി 2 months മാത്രമേ ഞങ്ങള് കല്യാണത്തിന് മുന്നേ സംസാരിച്ചിട്ടുള്ളൂ. അപ്പൊ പിന്നെ എങ്ങനെ പാലക്കാട് എങ്ങനെ എത്തി? പാലക്കാട് എത്തിയത് ആള് വർക്ക് ചെയ്തോണ്ടിരുന്ന ബാംഗ്ലൂരായിരുന്നു. ഞങ്ങള് കല്യാണത്തിന്റെ സമയത്ത് ബാംഗ്ലൂരായിരുന്നു. കല്യാണം കഴിഞ്ഞ് പിന്നെ ഞാൻ ജോലിയൊക്കെ റിസൈൻ ചെയ്തു, ബാംഗ്ലൂർ പോകണല്ലോ. അപ്പൊ ബാംഗ്ലൂർ പോയി. പിന്നെ 2 വർഷത്തിന് ശേഷം ആൾക്കും ടീച്ചിങ് ഇഷ്ടമാണ്. അപ്പോൾ IIT ആണ് പഠിച്ചത്. ആള് ചെയ്തത് MS ഒക്കെ ചെയ്തത് IIT-യിലാണ്. അപ്പോൾ IIT-യിൽ തന്നെ കയറണം എന്നുള്ളൊരു ആഗ്രഹം ആൾക്കുണ്ടായിരുന്നു ആദ്യം മുതലേ. അങ്ങനെ അപ്ലൈ ചെയ്ത് കിട്ടിയതാണ്. അപ്പൊ ഈ ഒരു ബാംഗ്ലൂർ പോയ സമയത്ത് ഞാൻ പാട്ട് വിട്ടിട്ടില്ല കേട്ടോ. അവിടുന്ന് ഞാൻ പാട്ട് പഠിക്കാൻ ചേർന്നു. അവിടെ ഒരു മാമിൻ്റെ അടുത്ത്, വിദുഷി പത്മ ഗുരുദത്ത് എന്ന് പറഞ്ഞിട്ട് മാമിൻ്റെ അടുത്ത് ചേർന്നു. അവിടെയും 2 വർഷം പാട്ട് പഠിച്ചിട്ടുണ്ട്. ആ സമയത്താണ് നമ്മുടെ ഈ കർണാടക ജൂനിയർ ഗ്രേഡ്, അവിടെ ഒരു ലെവൽസ് ഉണ്ട്, ജൂനിയർ ഗ്രേഡ്, സീനിയർ ഗ്രേഡ്, പിന്നെ വിദൂഷി അങ്ങനെ ഉണ്ട്. അപ്പൊ ജൂനിയർ ഗ്രേഡ് എക്സാം എഴുതി മാമിന്റെ അടുത്ത് നിന്നുള്ള ശിക്ഷണത്തിന്റെ ഇതിൽ എഴുതി. അതിൽ എനിക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റി. പിന്നെ അതേ സമയത്താണ് മാം തന്നെ പറഞ്ഞിട്ട് ഞാൻ ഓൾ ഇന്ത്യ റേഡിയോന്റെ ഗ്രേഡഡ് ആർട്ടിസ്റ്റ് ഇതുണ്ടല്ലോ, ഓഡിഷൻസ് ഉണ്ടാവും, അതിന് അപ്ലൈ ചെയ്തു. അതിൽ B ഗ്രേഡ് കിട്ടിയിരുന്നു. പക്ഷെ കന്നഡ അറിയോ? കന്നഡ ജീവിച്ചു പോകാനുള്ള കന്നഡ അറിയാം. അല്ല, കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ മാമിന്റെ അടുത്ത് ക്ലാസ്സിന് പോകണം, പിന്നെ അത്യാവശ്യം ഷോപ്പിങ്ങിനൊക്കെ പോകണം. അപ്പോൾ ഡ്രൈവേഴ്സിന്റെ അടുത്തും അങ്ങനെയൊക്കെ സംസാരിക്കാനുള്ളത് മാത്രം ഇപ്പൊ മനസ്സിലാവും കേട്ടോ. കന്നഡ പറയുമ്പോൾ ചില വേർഡുകൾ മനസ്സിലായില്ലെങ്കിലും കുറച്ചൊക്കെ അറിയാം. ഹസ്ബൻഡ് നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് കന്നഡ പറയും. ബിക്കോസ് അവര് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ബാംഗ്ലൂരാണ്. അവര് അവിടെ ആയിരുന്നു. ഹസ്ബൻഡിന്റെ അച്ഛൻ ISRO-ൽ വർക്ക് ചെയ്തതാണ്. അപ്പോൾ കംപ്ലീറ്റ് അവർക്ക് കന്നഡ അറിയാം. പിന്നെ ഞങ്ങൾ വീട്ടിൽ തമിഴാണ്. പിന്നെ ആള് 1 വർഷം കൊണ്ട് തന്നെ മലയാളം നന്നായി പഠിച്ചു. കാരണം ആൾക്ക് വേറെ വഴിയില്ല. കാരണം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനോടും അമ്മയുടെ അടുത്തൊക്കെ സംസാരിക്കാൻ മലയാളം തന്നെ വേണം. അപ്പോൾ ആള് മലയാളം പഠിച്ചു. അങ്ങനെ പോകുന്നു. അപ്പോൾ ബാംഗ്ലൂരിലുള്ള സമയത്താണ് ഈ കർണാടക ജൂനിയർ എക്സാം ഗ്രേഡ് കിട്ടി. പിന്നെ AR B ഗ്രേഡും കിട്ടി. പക്ഷെ എനിക്കത് റിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കാരണം അത് 5 വർഷത്തിനുള്ളിൽ നമ്മൾ റിന്യൂ ചെയ്യണം ഈ ARന്റെ ഗ്രേഡ്. ഹോപ്പ്ഫുള്ളി ഇവിടെ വന്നതിന് ശേഷം എനിക്കിനി ചെയ്യണം, അത് ചെയ്യണം.
അപ്പൊ ഈ ഫ്ലവേഴ്സ് റിയാലിറ്റി ഷോ അതിലോട്ട് എങ്ങനെ എത്തി? ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങള് 2 വർഷത്തിന് ശേഷം ആൾക്ക് IIT-യിൽ കിട്ടി. IIT ചെന്നൈ വേണോ പാലക്കാട് വേണോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. കാരണം എനിക്കും ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നോടും ഒബ്വിയസ്ലി എന്നോടും ചോദിക്കും ഏതാണ് പ്രിഫർ ചെയ്യുന്നത്. ബോംബെ വേണോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബോംബെ വേണ്ട. എനിക്ക് നമ്മളെ നാട് അതൊക്കെ തന്നെ. ചെന്നൈനോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. നമ്മളെ നാടിനെ പോലെ തന്നെ ചെന്നൈ സ്പെൻഡ് ചെയ്ത സ്ഥലമാണ്. പിന്നെ എനിക്ക് പാട്ടിന്റെ കാര്യത്തിലാണെങ്കിലും കുറച്ച് കൂടുതൽ മെമ്മറീസ് ഉണ്ട്. അപ്പൊ ചെന്നൈനോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഒബ്വിയസ്ലി വിജയ് ചെന്നൈ നിന്നാണെന്ന് അറിഞ്ഞപ്പോ ഇപ്പോഴും ഞങ്ങളെ ലവ് മാരേജ് ആണെന്ന് വിശ്വസിക്കുന്ന പലരും ഉണ്ട് കേട്ടോ. ഞാൻ തിരുത്താൻ പോയിട്ടില്ല, അങ്ങനെ ഇരുന്നോട്ടെ. അതെ. അപ്പോൾ ചെന്നൈനോട് ഒരു ഇഷ്ടമുണ്ട്. അപ്പൊ ചെന്നൈ വേണോ പാലക്കാട് വേണോ എന്നുള്ളൊരു ഡൗട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പാലക്കാട് പുതിയ IIT ആണല്ലോ, അപ്പൊ ആൾക്ക് കുറച്ചും കൂടെ സ്വന്തം കാര്യങ്ങൾ കയ്യിൽ നിന്ന് എടുത്തിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഫ്രീഡം കിട്ടും. അപ്പോൾ പാലക്കാട് ചൂസ് ചെയ്തു. അങ്ങനെ പാലക്കാട് എത്തി. അതിന് മുൻ പാലക്കാടിന് നമ്മുടെ കൂടെ അവിടെ ഇരിക്കുന്നു. ഇപ്പൊ ഞാൻ പാലക്കാട്ടുകാരിയായില്ല. അപ്പോൾ ഫസ്റ്റ് പാലക്കാടേക്ക് IIT-യിൽ കിട്ടി വന്ന ഫസ്റ്റ് ഇയർ ഞങ്ങൾ കോയമ്പത്തൂരായിരുന്നു. കോയമ്പത്തൂരാണ് താമസിച്ചത്. ആളുടെ ഫാമിലി കോയമ്പത്തൂർ ഉണ്ടായിരുന്നു. അപ്പോൾ കോയമ്പത്തൂർ താമസിച്ചു. ആ സമയത്താണ് എനിക്ക് എൻ്റെ മോളെ കിട്ടിയത്. മോള് ജീവിതത്തിലേക്ക് വന്നത് ആ സമയത്താണ്, കോയമ്പത്തൂരുള്ള സമയത്താണ്. മോള് വന്നപ്പോൾ തന്നെ നമ്മുടെ പാൻഡമിക് കൊറോണ വന്നു. അപ്പോൾ ലോക്ക്ഡൗൺ അവിടെ കോയമ്പത്തൂരായിരുന്നു. പിന്നെ 2 വർഷം പിന്നെ പാട്ട് കംപ്ലീറ്റ്ലി ഞാൻ പാടിയിരുന്നത് മോൾക്ക് വേണ്ടിയിട്ട്. എല്ലാ പാട്ടുകളും അവളെ ഉറക്കാനുള്ള പാട്ട്, അവൾക്ക് എല്ലാ താരാട്ട് പാട്ടുകളിലേക്കായി കോൺസെൻട്രേഷൻ മൊത്തമായിട്ട്. എപ്പോഴും അവളെ അവൾ ഇപ്പോഴും ഉറങ്ങുമ്പോൾ അമ്മയുടെ പാട്ട്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എനിക്ക് ചീത്ത കിട്ടി അവളുടെ അടുത്ത്. ഞങ്ങളൊരു ട്രിപ്പ് പോയിണ്ടായിരുന്നു ഇവിടുന്ന്. ചേച്ചി മിസ്സായി, ട്രിപ്പ് പോയിണ്ടായിരുന്നു. എന്റെ ഈ ഒരു വോയിസ് അന്ന് ജസ്റ്റ് സ്റ്റാർട്ടിങ് ആണ് വോയിസിന്റെ ഒരു പ്രശ്നം. അപ്പൊ ട്രിപ്പ് പോയി വന്നപ്പോ ഒരു തീരുമാനമായി. അങ്ങനെ എൻജോയ് ചെയ്തല്ലോ നമ്മള്. സൗണ്ട് പോയി വന്ന് രാത്രി എത്തി. ഇവള് അമ്മ പാട്ട് പാടുത്ത ഓർക്കാൻ എനിക്ക് പാടാൻ പറ്റില്ല. അമ്മയുടെ ഫ്രണ്ട്സിന്റെ കൂടെ ട്രിപ്പ് പോയിട്ട് എനിക്ക് പാട്ട് പാടാൻ പറ്റാത്ത അവസ്ഥയാക്കി. എന്താണ് അമ്മ ഇങ്ങനെ? അപ്പൊ അങ്ങനെ അവൾക്ക് ആദ്യം മുതലേ പാട്ട് പാടിക്കൊടുക്കും. അവള് പാടുവോ ഇല്ലയോ എന്നുള്ളത് എനിക്കൊരു കൺസേൺ അല്ല, പാടിയാൽ സന്തോഷം എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ ആള് കുറച്ചൊക്കെ പാടുന്നുണ്ട്. ഞാൻ പാടുന്ന കേട്ട്, പക്ഷെ എന്റെ അടുത്ത് പഠിക്കാനൊന്നും ഇരിക്കില്ല കേട്ടോ. ഞാൻ പാടുന്ന കേട്ടിട്ട് ആള് പാടുന്നുണ്ട്. ചെറിയ ചെറിയ പാട്ടുകൾ കൂടെ കൂട്ടി പാടി ശ്രുതി തിരുത്തുമ്പോ അതിനൊപ്പം വീട്ടിൽ നിന്ന് തുടങ്ങുന്ന സംഗീതം സൃഷ്ടിക്ക് നമ്മള് പാടുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പാട്ടും ഡാൻസ് ആണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ ഇഷ്ടം അവൾക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന അതാണ്, മോൾക്ക് വേണ്ടിയിട്ടായി പാട്ട്. പിന്നെ പാൻഡമിക് ഒക്കെ കഴിഞ്ഞ് അവൾക്ക് 1 വയസ്സായപ്പോഴാണ് ഞങ്ങൾ പാലക്കാടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നേരെ ഒരുപാട് സ്ഥലങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. കാരണം IIT-യിലെ ക്വാർട്ടേഴ്സ് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒബ്വിയസ്ലി ഞങ്ങൾ റെന്റിന് നോക്കാന്ന് വിചാരിച്ചു. കുറേ ഫ്ലാറ്റ്സ് ഒക്കെ പോയി നോക്കി, ഞങ്ങൾക്ക് ഇഷ്ടമായി. അങ്ങനെ ഈ ഒരു ഏരിയയിലെത്തി. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഫുൾ ക്ലോസ്ഡ് ആയിരുന്നല്ലോ നമ്മള്. പാൻഡമിക് ആയതുകൊണ്ട് കുഞ്ഞും പുറത്ത് വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഒന്നും വരാൻ പാടില്ല. അതുകൊണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു. ആരെയും അറിയണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷവും ഞങ്ങൾക്ക് ആരെയും അറിയില്ലായിരുന്നു. അതിനൊക്കെ ശേഷമാണ് പാൻഡമിക് ഒക്കെ കഴിഞ്ഞ് ഒന്ന് നോർമൽ ആയതിനു ശേഷം പിന്നെ അപ്പോഴാണ് ഈ ഒരു ഫ്ലവേഴ്സിന്റെ ഇത് കാണുന്നത്. ആഡ് എനിക്കൊരു ഫ്രണ്ട് വഴി ഇൻസ്റ്റാഗ്രാം വഴി ഇങ്ങനെ ഒരെണ്ണം ഉണ്ട്, നീ അതും കല്യാണം കഴിഞ്ഞ വീട്ടമ്മമാർക്ക് എന്ന് പറഞ്ഞിട്ടാണ് അവർ കൊടുത്തത്. അപ്പൊ ഞാനിങ്ങനെ മ്യൂസിക്കൽ വൈഫ്, അതാണ് മ്യൂസിക്കൽ വൈഫ് എന്നുള്ളത്. അപ്പോഴൊന്നും ഇവര് പേരിട്ടിരുന്നില്ല കേട്ടോ. മ്യൂസിക്കൽ വൈഫ് ഒരു റിയാലിറ്റി ഷോ വരുന്നുണ്ട്, ദിസ് ഈസ് ഓൺലി ഫോർ മാരീഡ് വുമൻ, അങ്ങനെയായിരുന്നു കൊടുത്തിരുന്നത്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഞാൻ വിജയനോട് ചോദിച്ചു, വിജയ് ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്, അപ്പൊ എന്ത് ചെയ്യാം? അപ്പോഴത്തേക്ക് മോൾക്ക് ഒരു 2 വയസ്സ് കഴിഞ്ഞു, എന്ത് ചെയ്യാം, കൊടുക്കണം, കൊടുത്തു നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി നോക്കാം, മോളെയും വെച്ചിട്ട് എത്രത്തോളം ചെയ്യാൻ പറ്റുന്ന എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് ഒരു ബ്രേക്ക് വേണമായിരുന്നു. കാരണം ഞാൻ അത്രയും റിയാലിറ്റി ഷോസിൽ പങ്കെടുത്തിട്ടുണ്ട്, കോമ്പറ്റീഷൻസിൽ പങ്കെടുത്തിട്ടുണ്ട്, ഷോസ് ചെറിയ രീതിയിലാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി പാടാറുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് വീട്ടിൽ നിന്ന് മാത്രമായി പാട്ട്. പിന്നെ കർണാട്ടിക് അഗൈൻ ഞാൻ പാലക്കാട് വന്നപ്പോൾ ഞാൻ കർണാട്ടിക് ഒരു ടീച്ചർ, എൻ്റെ അമ്മയമ്മ തന്നെ അവരുടെ കെയർ ഓഫിൽ ഒരു മാമിനെ കിട്ടി. ഇവിടെ ഇപ്പോൾ ഞാൻ പഠിക്കുന്നുണ്ട്, മാമിൻ്റെ അടുത്ത് പോകുന്നുണ്ട്, ഉമാ വേണുഗോപാൽ എന്ന് പറഞ്ഞിട്ട്. അതുണ്ട്, കർണാട്ടിക് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ എന്നാലും കുറച്ചും കൂടെ ഒന്ന് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആവണം എന്നുള്ളൊരു തോട്ട് മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു സാധനം കാണുന്നതും. അഗെയിൻ
പോവുക, ഒരു പാട്ട് പാടുക, ടി വിയിലൊന്ന് മുഖം കാണിക്കുക. കാരണം മുന്നേ ടി വിയിൽ വന്ന ഒരാളാണ്, അതൊന്നും ഇല്ലാണ്ട് ഇപ്പം കംപ്ലീറ്റ്ലി ബാക്ക് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഒന്നുകൂടെ ഒന്ന് ടി വിയിൽ മുഖം കാണിക്കുക, ഇത്രയും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഓഡിഷന് കൊടുത്തു. ഇവരുടെ ഓഡിഷൻസ് ഒക്കെ എനിക്ക് തോന്നുന്നു മാരീഡ് വിമൻ ആയതുകൊണ്ടായിരിക്കാം മിക്കവാറും ആദ്യത്തെ 2-3 ഓഡിഷൻസ് എല്ലാം ഓൺലൈൻ തന്നെയായിരുന്നു. നമ്മൾ പോകേണ്ടി വന്നില്ല. അവർ ഓൺലൈനിൽ വിളിക്കും, വീഡിയോ കോൾ വിളിക്കും. ആദ്യം നമ്മൾ നമ്മുടെ വോയിസ് അയച്ചു കൊടുക്കും, പിന്നെ വിളിച്ചിട്ട് ഓൺലൈനിലായിരുന്നു. അതിന്റെ മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കാര്യം ഇപ്പൊ ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് ഈ ഒരു ആഗ്രഹം, ഒരു അമ്മ, മാരീഡ് വുമൺ, അമ്മ, ഡോട്ടർ ഇൻ ലോ, കുറെ റോൾസ് ആയിപ്പോ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് ഓരോരുത്തരുടെയും റെസ്പോൺസ് ആക്ച്വലി എന്തായിരുന്നു എന്ന്. അതായത് വിജയിനോട് പറഞ്ഞപ്പോൾ വിജയ് പറഞ്ഞു ശ്രമിച്ചോ, സൃഷ്ടിനോട് പറഞ്ഞു നോക്കിയോ? സൃഷ്ടി ആക്ച്വലി അന്ന് കുഞ്ഞല്ലേ, അവൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഇതില്ല. ആൾക്ക് ഞാൻ പാടും എന്നുള്ളത് അറിയാം. അപ്പോൾ എനിക്ക് ഒരു നിർബന്ധം എന്തായിരുന്നു വെച്ചാൽ അവളുടെ റുട്ടീനിലൊരു ഇത് വരാൻ പാടില്ല, കാരണം കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ട്, അപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഹസ്ബൻഡിന്റെ സപ്പോർട്ടാണ് മെയിൻ. ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ആഫ്റ്റർ മാരേജ് എന്ന് പറയുമ്പോൾ നമുക്ക് അവരുടെ സപ്പോർട്ടാണ് മെയിൻ ആയിട്ട് വേണ്ടത്. അത് ഉണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ അച്ഛനും അമ്മയും, പിന്നെ അവിടുത്തെ അച്ഛനും അമ്മയും എല്ലാവരും ട്രൈ ചെയ്തു എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ട്രൈ ചെയ്തിട്ട് കിട്ടിയപ്പോൾ ആക്ച്വലി സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. അതായത് ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതിൽ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ഇവർ പെട്ടെന്ന് വിളിച്ചിട്ട് ഇത്ര ദിവസം വരണം. അത് എവിടെയായിരുന്നു? കൊച്ചിയിൽ തന്നെ, എറണാകുളത്തായിരുന്നു. അപ്പോൾ അതായത് ആ ഒരു ഡിഫറൻസ് ഇപ്പൊ പറയാൻ വേണമെങ്കിൽ, അതായത് കല്യാണത്തിന് മുന്നേ 2 റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട്, കല്യാണത്തിന് ശേഷമുള്ള. അപ്പൊ ഞാൻ ഫ്രീ ആയിരുന്നു. അതെ അതെ, എനിക്കൊന്നും ആലോചിക്കാനില്ല. ഞാൻ പോവാ, എൻ്റെ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക, ട്രെയിനിങ് എടുക്കുക, പാടുക. എന്നെ സപ്പോർട്ട് ചെയ്യാൻ അച്ഛനും അമ്മയും എന്നെ എവിടെയും കൊണ്ടുപോകാൻ കൂടെ ഉണ്ട്. പക്ഷെ ഇപ്പൊ അന്ന് അച്ഛനും അമ്മയും എന്നെ നോക്കിയ പോലെ ഞാൻ നോക്കുന്ന ഒരാൾ അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഒബ്വിയസ്ലി എനിക്ക് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഷൂട്ടിങ്ങിന് പോവാനുള്ള ഒരു ഒരുക്കങ്ങൾ ചെയ്യും, അവർ ഇന്ന ദിവസം വരണം എന്ന് പറഞ്ഞു. അപ്പോൾ സൃഷ്ടിനെ എന്ത് ചെയ്യും, സൃഷ്ടിയെ എങ്ങനെ അവളെ നോക്കും എന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ ആളും IIT ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുള്ള ഒരു ജോലിയാണ്. പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ അമ്മമാരാണ് നമ്മുടെ എല്ലാ കാര്യത്തിലും. കുട്ടി ആയത് മുതൽ നമ്മുടെ അമ്മയാണ് നമ്മുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അമ്മയ്ക്കും ഞാൻ പറഞ്ഞത് അച്ഛമ്മമാര് ഈ ഒരു ആകുമ്പോഴത്തേക്ക് തന്നെ നല്ല പ്രായമായി, അവർക്ക് അമ്മയാണ് ഒരാൾ നോക്കാനുള്ളത്. അപ്പൊ അമ്മയ്ക്ക് അവരെയും നോക്കണം, അമ്മ കുട്ടികളെ നോക്കുന്ന പോലെ അവരെയും നോക്കുന്നുണ്ട്, ഞാൻ ഇവരെ നോക്കണം, ഇവിടെ മോളെ നോക്കണം. അപ്പോൾ ആകെ മൊത്തം ഒരു ടെൻസ്റ്റ് സ്റ്റേജ് ആയിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെയോ നമ്മൾ ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചാൽ അങ്ങ് ചെയ്യൽ തന്നെ. അതെ, യൂണിവേഴ്സ് വിൽ വർക്ക് ഫോർ ഇറ്റ് എന്ന് പറയുന്ന പോലെ. അപ്പൊ അച്ഛൻ അവിടുത്തെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി, അമ്മ ഇവിടെ വന്നു മോളുടെ കൂടെ, മോളെ കൂട്ടി അമ്മ എൻ്റെ കൂടെ വന്നു അവിടെ. പിന്നെ ചില സമയം അത് ഈ വൈഫ് എന്നുള്ളത് കൊണ്ടായിരിക്കാം അവര് കുറെ ലെങ്തി ആയിട്ട് വെച്ചില്ല. യൂഷ്വലി റിയാലിറ്റി ഷോസ് ഒക്കെ മിനിമം ഒരു 6 months എങ്കിലും നമ്മൾ അവിടെ പോയി, ഒരു മന്ത്ലി ഒരു 2 weeks അവിടെ പോയി ഈ ട്രെയിനിങ് ഉണ്ടല്ലോ, ട്രെയിനിങ്, പിന്നെ ഗ്രൂമിങ്, അത് കഴിഞ്ഞിട്ട് ഓർക്കസ്ട്ര റിഹേഴ്സൽ ഉണ്ടാവും. ഓർക്കസ്ട്ര റിഹേഴ്സൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റേജിൽ പാടുന്നത്. അപ്പൊ ഇതൊക്കെ കൂടെ ആകുമ്പോൾ ഒരു 2 weeks അടുത്ത് നമ്മൾ അവിടെ നിൽക്കണം, സ്റ്റേജ് ചെയ്യണം. അപ്പൊ ഈ ഒരു സമയത്ത് അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ചാപ്റ്റർ 1 മാസം, ഞാൻ പങ്കെടുത്ത മ്യൂസിക്കൽ വൈഫിന്റെ ചാപ്റ്റർ 1 ആയിരുന്നു. ആ ചാപ്റ്റർ 1 മാസമാണ് ഈ കോമ്പറ്റീഷൻ ഉള്ളത്. ഈ 1 മാസത്തിനുള്ളിൽ നമ്മൾ അവർ തരുന്ന റൗണ്ട്സിലുള്ള പാട്ടുകൾ പാടുന്നു, കോമ്പീറ്റ് ചെയ്യും. അപ്പൊ ഈ 1 മാസത്തിനുള്ളിലുള്ള കാര്യങ്ങൾ ഒറ്റ പോക്കിൽ തന്നെ അവരെടുത്തു വെച്ചു. ദാറ്റ് ഈസ് നമ്മൾ 9ഓളം പാട്ടുകൾ ഒരുമിച്ചിട്ട് ഒരു ദിവസം എന്നല്ല, ഒരു ഷെഡ്യൂളിൽ 1 or 2 days പാടിയിട്ടുണ്ട്. 9 ഐ മീൻ മൊത്തം പാടിയത് ഒരു 11 എങ്ങനെ തോന്നുന്നു. അതിൽ മാക്സിമം ഇപ്പൊ ഒരേ ദിവസം തന്നെ 3 പാട്ടുകളൊക്കെ പാടേണ്ടി വരും റൗണ്ട്സ്. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യത്തെ ചാപ്റ്ററിൽ മോളെയും കൂട്ടിയിട്ട് തന്നെയാണ് അമ്മ കൂടെ വരുന്നത്. അവിടെയും ഈ പറഞ്ഞ പോലെ ഗ്രൂമിങ് ഉണ്ടായിരുന്നു. ഗ്രൂമിങ് ഉണ്ട്, ഓർക്കസ്ട്ര റിഹേഴ്സൽ ഉണ്ട്, നമുക്ക് നമ്മുടെ കംഫേർട്ടായിട്ട് പാടാൻ പറ്റും. അതൊക്കെ എനിക്ക് റിയാലിറ്റി ഷോയിൽ പോയത് കൊണ്ട്, പലരും റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ ഒരു വലിയ എന്തോ ഒരു പേടി സ്വപ്നം, അല്ലെങ്കിൽ ഒരു അതൊക്കെ എന്താണ് ആവശ്യമില്ല എന്നുള്ള പറയുന്നവരുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ എടുത്തിരിക്കുന്നത് റിയാലിറ്റി ഷോയിൽ സ്ട്രെസ് ഉണ്ടാവും, ഒബ്വിയസ്ലി സ്ട്രെസ് ഉണ്ട്.
ഭയങ്കര എന്താ പറയുക, നമുക്ക് മൈൻഡിലേക്ക് എടുക്കാൻ പറ്റാത്തത്രയും സ്ട്രെസ് നമുക്ക് ചിലപ്പോൾ കിട്ടും, പ്രഷർ ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിൻ്റെ നല്ല വശങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ട്രെയിനിങ്ങും നമുക്ക് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റുന്നതും പിന്നെ നമ്മളിൽ തന്നെ ഒരു ഡെവലപ്മെന്റ് ആണ് കാണാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ ആദ്യം ചേച്ചിയുടെ അടുത്ത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, എൻ്റെ വോയിസ് എനിക്ക് ഒരു പ്രശ്നമായിരുന്നു. ലൈക്ക് സ്ക്രാച്ച് വരാറുണ്ടായിരുന്നു, ഹൈ റേഞ്ച് പോകുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ള വോയിസിൽ നിന്ന് ഞാൻ ഈ മ്യൂസിക്കൽ വൈഫിൽ എത്തിയപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ശ്രുതിനെയാണ് എനിക്ക് തന്നെ കാണാൻ പറ്റിയത്. ആ ഒരു ട്രെയിനിങ് ഒക്കെ കൊണ്ടാണത്. ഇപ്പോൾ കർണാട്ടിക് പാടുമെന്ന് ചോദിച്ചാൽ ഞാൻ കർണാട്ടിക് പാടും, പക്ഷെ ഫിലിം സോങ്സും അതേപോലെ തന്നെ പാടാൻ എനിക്ക് ഇഷ്ടമാണ്. അത് പറ്റി അന്ന് ഡൗട്ട്ഫുൾ ആയിരുന്നു. ഇന്ന് എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇതിൽ നിന്ന് കിട്ടിയ ഒരു ക്ലാസ്സസും ട്രെയിനിങ്ങും കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം മഴവിൽ മനോരമയിൽ പങ്കെടുത്തപ്പോൾ ഈ നമ്മുടെ വോയിസിൽ തന്നെ ചെസ്റ്റ് വോയിസ്, ഹെഡ് വോയിസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാറ്റഗറീസ് ഉണ്ട്. അപ്പം ഞാൻ എപ്പോഴും പാടിയിരുന്നത് ചെസ്റ്റ് വോയിസ് വെച്ചിട്ടാണെന്നാണ് എൻ്റെ ട്രെയിനർ പറഞ്ഞത്. അപ്പം നമ്മൾ കർണാട്ടിക് പാടുമ്പോൾ ദാറ്റ് ഇസ് ഫൈൻ, അത് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പാടുന്നത്. അതിലൊരു കോംപ്രമൈസും ഞാൻ വരുത്താറില്ല. കർണാട്ടിക് എന്ന് പറയുന്നത് നമ്മുടെ ട്രഡീഷണൽ സാധനമാണ്, അത് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അത് അതിൻ്റെതായ അതിൻ്റെ ഒരു ഒന്നിനും ഒരു വിട്ടുവീഴ്ച ഇല്ലാണ്ട് തന്നെ കർണാട്ടിക് പാടണം. നമ്മൾ അതിന് അത്രയും എഫേർട്ട് ഇട്ടിട്ട് തന്നെ പാടണം. പക്ഷെ ഫിലിം സോങ് എന്ന് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം നമ്മൾ അവിടെ വരുത്തണം. വോയിസിന്റെ മോഡുലേഷനും ഈ ഹെഡ് വോയിസ് യൂസ് ചെയ്യുന്നത്. എനിക്ക് മഴവിൽ മനോരമയിൽ ഇന്ത്യൻ വോയിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അത് സീറോ നോളജ് ആയിരുന്നു. ഹൗ ടു യൂസ് യുവർ ഹെഡ് വോയിസ് സീറോ നോളജ് ആയിരുന്നു. അത് ഒരു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അവിടെ ഒരു പാട്ടിൽ. പക്ഷെ അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ചെസ്റ്റ് വോയിസ് ഇസ് എ ഡിഫറെന്റ് വോയിസ്, ഹെഡ് വോയിസ് യൂസ് ചെയ്യുമ്പോൾ അതൊരു ഡിഫറെന്റ് വോയിസ്. അത് സെപ്പറേറ്റ് ആയിട്ട് രണ്ട് പേര് പാടുന്നത് പോലെയൊക്കെ തോന്നും. നമുക്കൊരു ചെറിയ എക്സാമ്പിൾ വിത്ത് സോങ് കാണിച്ചു തരാൻ പറ്റുമോ? ഇത് അപ്പോൾ ചേച്ചി ചോദിച്ചതിന് ജസ്റ്റ് ഒരു ചെറിയ എക്സാമ്പിൾ പാടാം. എത്രത്തോളം ഫലിപ്പിക്കാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ എന്നെക്കൊണ്ട് ഈ ഒരു അവസ്ഥയിൽ പറ്റുന്നത് പോലെ പാടാം. മുകിലിൻ മകളെ പൊഴിയും കനവേ വിണ്ണിൽ നിന്നും മണ്ണിൽ വീണ ജന്മനുംബരമേ നിന്നെ കാണാൻ നെഞ്ചിൽ ചേർക്കാൻ അമ്മ കൊതിപ്പൂ വിണ്ണിന്മേലേ മുകിലിൻ മകളെ. ഈ പാട്ട് ഞാൻ മുന്നേ ഒരു പ്രാവശ്യം പാടിയിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് നല്ലോണം പിച്ചൊക്കെ കുറച്ച് എനിക്ക് പാടാൻ പറ്റുന്ന പോലെയാണ് പാടിയത്. അപ്പോൾ ഇതില് നെഞ്ചിൽ ചേർക്കാൻ ആ മേലെ പോകുന്നൊരു പോർഷൻ ഞാൻ ആദ്യം പാടിക്കൊണ്ടിരുന്നത് നെഞ്ചിൽ ചേർക്ക്. അപ്പോൾ നമുക്ക് തൊണ്ടയ്ക്ക് സ്ട്രെയിൻ വരും, ഇവിടെ ഒരു ചെസ്റ്റ് പിടുത്തം വരും. ഇതെനിക്ക് പറഞ്ഞു തന്നത് ഈ പാട്ട് എടുത്തപ്പോഴും ഞാൻ ഇത് ഈ പിച്ചിൽ പാടണോ, എനിക്ക് പാടാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിൽ തന്നെയായിരുന്നു. എനിക്ക് അവിടുത്തെ ഗ്രൂമറായിട്ടുണ്ടായിരുന്ന എനിക്ക് അറിയുന്ന ചേച്ചിയാണ് രാധിക ചേച്ചി. ഷീസ് എ പ്ലേ ബാക്ക് സിംഗർ. അപ്പോൾ ചേച്ചിയാണ് എല്ലാ ധൈര്യവും തന്ന്, ഇല്ല നിനക്ക് ഈ വോയിസ് ഹെഡ് വോയിസിലേക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പഠിപ്പിച്ച് തന്നിട്ട് ആ സോങ് ആ ഒരു ചെസ്റ്റിന്ന് ഹെഡിലേക്കുള്ള ഒരു ട്രാൻസ്മിഷൻ ചെയ്ത് ഞാൻ സ്റ്റേജിൽ പാടി. മഞ്ജരി ചേച്ചി പാടിയ സോങ്ങാണ്. മഞ്ജരി ചേച്ചിയായിരുന്നു ഞങ്ങളുടെ ജഡ്ജ്. അപ്പോൾ ചേച്ചിൻ്റെ മുന്നിൽ പാടിയപ്പോൾ ചേച്ചി പറഞ്ഞു എനിക്ക് ശ്രുതി ഹെഡ് വോയിസ് യൂസ് ചെയ്തത് ഇഷ്ടമായി. അപ്പോൾ ആ ഒരു വേർഡ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ട്രൈ ചെയ്തതിൽ എനിക്ക് സന്തോഷം തോന്നി. കാരണം നമ്മൾ ട്രൈ ചെയ്താലേ നമുക്ക് അതിൽ എന്തെങ്കിലും നമ്മൾ കിട്ടുമോ അല്ലെങ്കിൽ കിട്ടില്ലേ എന്നുള്ള ഒരു ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യണം. അല്ല എന്ത് കാര്യമാണെങ്കിലും നമ്മളത് ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത് ചെയ്ത് കിട്ടിയപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് എനിക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരവസ്ഥയിലായി. ആദ്യം ഞാൻ എപ്പോഴും ഈ ഒരു ത്രോട്ട് സ്ട്രെയിൻ ആവുന്ന രീതിയിലാണ് പാടിക്കൊണ്ടിരുന്നത്. അതിൽ നിന്നൊരു വ്യത്യാസം വന്നത് ഈ മ്യൂസിക്കൽ ലൈഫിൽ വന്നതിന് ശേഷം. നന്നായിട്ട് ഭംഗിയായിട്ട് പറഞ്ഞു കേട്ടോ ശ്രുതി. ഇപ്പൊ നമ്മളെ പോലത്തെ നോർമൽ ആൾക്കാർ മ്യൂസിക് ലവേഴ്സിന് ഞങ്ങളെ പറയാൻ പറ്റുള്ളൂ, നമ്മൾ സിംഗേഴ്സ് അല്ലല്ലോ. അപ്പൊ അവർക്ക് ഇത് മനസ്സിലാവുന്ന പോലെ എനിക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് പറയാൻ പറ്റിയെന്ന് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇപ്പൊ സ്ട്രെയിൻഡ് ആയതുകൊണ്ട്. ഓക്കെ, ഇനി അറിയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. വി ആർ വെയിറ്റിംഗ്. കുറച്ചും കൂടി ചോദിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. റിസൾട്ട് പറയാൻ റെഡി അല്ലേ? റെഡി. കൗണ്ട് ഡൗൺ തുടങ്ങുവാണ്. ഓക്കേ. 5 4
3, 2, 1.